ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന വീട് വിട്ട് ഇറങ്ങി പോകാൻ ശ്രമിക്കുമ്പോഴേക്കും മൂർത്തി അത് തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം ദേവയാനി പറയുന്നുണ്ട്, നീ ഇറങ്ങി പോവണ്ട, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. ഇന്നത്തോടെ ഇവിടുത്തെ എൻ്റെ ജീവിതമാണ് അവസാനിച്ചത്, നിൻ്റേതല്ല. അതിനുശേഷം നയനയോടായിട്ട് ദേവയാനി പറയുന്നുണ്ട്, നവ്യ കള്ളം പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ എൻ്റെ മരുമകളായ നീയെ കല്ല് വെച്ച നുണ പറഞ്ഞത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും നിനക്ക് എത്ര പവിത്രമായ സ്ഥാനം തന്നാലും എൻ്റെ മനസ്സിൽ നീ എന്ന മരുമകൾ മരിച്ചു. നയന ഷോക്കാവുന്നതിനൊപ്പം തന്നെ കനകയും ഗോവിന്ദനും നന്ദുവും ഒക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം ദേവയാനി ദേഷ്യത്തോടെ വെറുപ്പോടെ കൂടി പറയുന്നുണ്ട്, നിന്നെ കണ്ടുകൊണ്ട് എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവുക. എന്നിട്ട് ദേവയാനി അവിടുന്ന് മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും ആദർശ് തടയാണ്. അമ്മ പോകുന്നതിന് മുമ്പ് ഒരു സത്യം മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ദേവയാനി അവിടെ നിൽക്കുകയാണ്. ഡോക്ടർമാർ മുത്തശ്ശന് വിധിച്ചിരിക്കുന്ന ആയുസ് ഇനി കുറച്ച് മാസങ്ങൾ കൂടിയാ. അപ്പോഴേക്കും മുത്തശ്ശി പൊട്ടിക്കരയാണ്. എല്ലാവരും അമ്പരന്നുകൊണ്ട് ആദർശിനെ നോക്കുകയാണ്. ആദർശ് പറയുന്നത് സത്യം തന്നെയാണോ എന്നൊരർത്ഥത്തിൽ. അപ്പോഴേക്കും മൂർത്തി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, മോനെ എന്താ മോനെ ഇത്? അപ്പം മുത്തശ്ശി പറയാണ്, ഇദ്ദേഹം മിണ്ടരുത്. മോനെ എന്താ മോനെ ഇത്? അപ്പം ജയൻ ദേഷ്യത്തോടു കൂടി ആദർശിനെ നോക്കുകയാണ്. അത് കണ്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അച്ഛാ ഇനിയൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. കുടുംബം ഇങ്ങനെ പുകയുമ്പോൾ, തെറ്റ് ചെയ്തവർക്ക് വേണ്ടി എൻ്റെ അമ്മ വീട് വിട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. അപ്പം നയനൊക്കെ ഇങ്ങനെ അന്താളിപ്പോട് കൂടിയാണ് ആദർശിനെ തന്നെ നോക്കി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മുത്തശ്ശനെയും. അപ്പം ആദർശ് ടെൻഷനോട് കൂടി പറയാണ്, ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗമായിരുന്നു മുത്തശ്ശൻ്റേത്, പക്ഷേ അതിപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ്. ആദർശ് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ഒരുപോലെ ഷോക്കാവുകയാണ്. മുത്തശ്ശിയാണെ പൊട്ടി കരയുന്നുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ ഇനി അധിക കാലം നമ്മളോടൊപ്പം കാണില്ല. ആദർശ് വിങ്ങി പൊട്ടിക്കൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ഷോക്കാവുകയാണ്. കാരണം അങ്ങനെയുള്ളൊരു വാർത്തയാണ് ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആദർശ് എല്ലാവരോടായിട്ട് പറയാണ്, മുത്തശ്ശന് ക്യാൻസറാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അയാളുടെ ദേഹത്തേക്ക് സങ്കടത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ അയാൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയന അയാളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ്. അപ്പോഴേക്ക് ദേവയാനിയും കരഞ്ഞുകൊണ്ട് ജയനോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഏട്ടൻ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ജയൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ആരോടും പറഞ്ഞില്ല, ഇവൻ മാത്രമല്ല ഞാനും. മറ്റുള്ളവരുടെ സുഖവും സന്തോഷവുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആരും അറിയരുതെന്ന്. പിന്നെ ഇതുപോലെ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യരറിയാതെ പറയേണ്ടത് പറഞ്ഞു പോവില്ലേ? അപ്പോഴും ദേവയാനി അയാളെ ചേർന്ന് പൊട്ടിക്കരയാണ്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സന്തോഷവും സമാധാനവും മാത്രമേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മാസങ്ങൾ മാത്രമാണ് എൻ്റെ ആയുസ്. എല്ലാവരും പൊട്ടിക്കരയാണ് അത് കേൾക്കുന്ന സമയത്ത്. അപ്പം അയാൾ പറയുന്നുണ്ട്, ആ ചുരുങ്ങിയ ദിവസങ്ങളെങ്കിലും നിങ്ങൾ എന്നെ മനസ്സമാധാനത്തോടെ ജീവിച്ച് മരിക്കാൻ അനുവദിക്കണം. എല്ലാവരും സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്, ജലജയും അഭിയും നവ്യ ഒഴികെ. അപ്പം അനി വേഗം ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട്, മുത്തശ്ശ. അപ്പം അയാൾ സ്നേഹത്തോടെ അവനോട് പറയാണ്, മുത്തശ്ശന് 10-75 കഴിഞ്ഞില്ലേടാ, അത് തന്നെ വലിയ കാര്യമല്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? ശേഷം അയാളെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. എല്ലാവരും പോയതിനു ശേഷം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരു തരത്തിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. കിളവൻ അസുഖം വരാൻ കണ്ട സമയം ജലജ വെറുപ്പോട് കൂടി ചിന്തിക്കുകയാണ്. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ സോഫയിലിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഇദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചതാ, പിന്നെ എന്താ എന്നോടിതൊന്നും പറയാതിരുന്നേ? ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ കരഞ്ഞ കരച്ചിൽ കണ്ടില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയാ പറയാതിരുന്നത്. അപ്പോഴേക്കും ദേവയാനിയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല, എൻ്റെ മരുമകൾ ഇവിടെ നിന്നോട്ടെ. അപ്പം നയന തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അച്ഛനെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പം മൂർത്തി ദേവയാനിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നയനമോൾ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞതെന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും. ഈ കുടുംബത്തിൻ്റെ താളം തെറ്റാതിരിക്കാൻ മോൾ ഇവിടെ വേണം. പക്ഷേ ദേവയാനി അത് അംഗീകരിക്കുന്നൊന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മുഖത്ത് നിറച്ചും നയനയോടുള്ള വെറുപ്പ് മാത്രമാണ്. ജലജക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു, വിചാരിച്ച ഒന്നും നടക്കാത്തതിലുള്ളൊരു അരിശം. അതേസമയം മൂർത്തി നയനയോട് പറയുന്നുണ്ട്, മോളെപ്പോലൊരു പെൺകുട്ടി ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും മാറില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് മോൾക്ക് പലപ്പോഴും വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയത്. പല കാര്യങ്ങളിലും മോൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ഒരു തവണ കൂടി അത് വേണം മോളെ. ഞാനും ഇയാളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നയനമോളില്ലാത്ത അനന്തപുരി തറവാടിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല. നയന വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത്. ഞങ്ങളുടെ കാലശേഷവും അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ സമയത്തൊക്കെ ദേവയാനിക്കൊക്കെ വെറുപ്പ് നിറയാണ് നയനയുടെ അടുത്ത്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് സത്യ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ ചെയ്തതിനെ പറ്റി ഒന്നും അറിയില്ല.
എല്ലാവരും അറിഞ്ഞ കൂട്ടത്തിൽ തന്നെയാ ഞങ്ങളും അത് അറിഞ്ഞത്. അപ്പം ജലജ ദേഷ്യത്തോടെ പറയാണ്, തൻ്റെ വൃത്തികെട്ട നാവ് കൊണ്ട് കള്ളം പറയാതെ ഇറങ്ങിപ്പോടോ. അപ്പോഴേക്കും മൂർത്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇറങ്ങിപ്പോവേണ്ട ചിലരുണ്ട്, അവരെ ഞാൻ ഇറക്കി വിടാത്തത് ഞാനൊരു മനുഷ്യനായതുകൊണ്ടാ, മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്നത് കൊണ്ടാ. അപ്പം ജലജ മുഖം വീർപ്പിക്കുകയാണ്, ഇന്നീ അനന്തപുരി തറവാട്ടിൽ ആരൊക്കെ നിൽക്കണം നിൽക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് മുകളിൽ ഒരു സംസാരം ഇവിടെ വേണ്ടാന്ന്. അപ്പം ജയനും പറയുന്നുണ്ട്, വയ്യാത്ത അച്ഛനെ പ്രഷർ കയറ്റാതെ നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ ജലജേ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അനിയും മുത്തശ്ശിയും പിന്നെ അതുപോലെ തന്നെ ജയനും കൂടെ അദ്ദേഹത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കം വേണ്ട, നയനമോൾ ഇവിടെ വേണം എന്നും. മുത്തശ്ശന് പിന്നാലെ കരഞ്ഞുകൊണ്ട് നയന ദേവയാനിക്ക് അരികിലേക്ക് വന്നിട്ട് പറയാണ്, അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാ, ഒരിക്കലും ഈ വീട്ടിലുള്ളവരെ ചീറ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല. അപ്പോഴേക്കും ദേഷ്യത്തോടെ ദേവയാനി പറയുന്നുണ്ട്, മിണ്ടരുത്, നീ എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട. നിനക്ക് വീണ്ടും ഈ വീട്ടിൽ കയറാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് നന്നായിട്ട് അറിയാലോ. അച്ഛന് വേണ്ടി ഞങ്ങളൊരു ത്യാഗം ചെയ്യുക. നയന ഒന്നും പറയാതെ അവർ പറയുന്നൊക്കെ കേട്ടു നിൽക്കുകയാണ്. അച്ഛന് വേണ്ടി മാത്രം. അതും പറഞ്ഞുകൊണ്ട് ദേവയാനി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നയന പൊട്ടി പൊട്ടി കരയുന്ന കണ്ടപ്പം ജയൻ പറയുന്നുണ്ട്, ഏയ് അതൊന്നും കാര്യാക്കണ്ട, മോളുടെ ഭാഗത്തെ ന്യായങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാം ശരിയാവും മോളെ. ഒരിക്കൽ ശക്തമായ മഴയത്ത് മോൾ ഇതുപോലെ പോവാൻ പോയപ്പോൾ ഞാനാണ് മോളെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഇന്നിപ്പോൾ അച്ഛൻ അതിന് നിമിത്തമായി. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും മോളെ, കാരണം മോൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ലല്ലോ. എന്നിട്ട് ജയനും അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നയന കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ ആദർശിന് അരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാ മോനെ, പിന്നെ ഇവിടുത്തെ സാഹചര്യം എതിരായതുകൊണ്ട് അതിന് കഴിയാതെ പോയി. അപ്പോൾ ആദർശ് അയാൾക്ക് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ കുറവാ, എന്നും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് ദൈവങ്ങൾ എന്നെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. എന്നാൽ ഇവളെ കണ്ട അന്ന് മുതൽ ഞാൻ പരാജയങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് വെറുപ്പോടുകൂടി നയനയെ നോക്കിക്കൊണ്ട് ആദർശം അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം നയനക്ക് അരികിലേക്ക് വന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോള് പിടിച്ചു നിൽക്കണം, ആദർശിൻ്റെ മുത്തശ്ശനു വേണ്ടി. അപ്പം ജലജ പുച്ഛത്തോടെ പറയാണ്, നാണം കെട്ടവൻ, മക്കൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നതേ മഹാഭാഗ്യമായിട്ട് കരുതുന്ന ഒരുത്തനാ നീ, എന്നിട്ട് അയാൾക്ക് മുത്തശ്ശന് വേണ്ടി മോളിവിടെ നിൽക്കണം പോലും. ലോകത്തെ ഇതുപോലൊരു കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ കേൾക്കുന്ന സമയത്ത് കനകയ്ക്കും നന്ദുവിനും നയനക്കും ഒക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ അച്ഛനെക്കുറിച്ചാണല്ലോ കളിയാക്കി പറയുന്നത്. തൻ്റെ ഇവളുടെ മക്കളായതുകൊണ്ടാ ഇവളുമാർ ഇത്രയും തരം താഴ്ന്നു പോയത്. ജലജ കനകയെയും ഗോവിന്ദനെയും ചൂണ്ടിക്കൊണ്ട് പറയാണ്. അപ്പം നയന ദേഷ്യത്തോടെയും വെറുപ്പോടെയും പറയുന്നുണ്ട്, ആരെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ അച്ഛനെ ഒന്നും പറയരുത്. അപ്പം ജലജ വാശിയോടെ പറയാണ്, പറയൂടി, മക്കളും ഭാര്യയും വഴിപിഴച്ച് പോയാലേ കുടുംബനാഥനെ അല്ലാതെ പിന്നെ വഴി കൂടെ പോകുന്നവരെ പറയാൻ പറ്റുമോ. നയന ഒന്നും പറയാതെ കേട്ടു നിൽക്കുന്ന കണ്ടപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്തതിനേക്കാളും തെറ്റേ നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും കനക വേഗം ചെന്നിട്ട് നവ്യയെ തല്ലിക്കൊണ്ട് പറയാണ്, എടി മൂദേവി, മിണ്ടാതെ നിൽക്കടി, നിന്നോട് മിണ്ടാൻ ആരെങ്കിലും പറഞ്ഞോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയെ പൊതിരെ തല്ലുകയാണ്. എന്താ അമ്മ ഇത്? നവ്യ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്. എന്താന്നോ, എടി ചൂലെടുത്ത് അടിക്കണം എന്നാ പഴമക്കാർ പറയാറ്, പക്ഷെ നിന്റെ കാര്യത്തിൽ അത് ചെയ്തിട്ടും കാര്യമില്ല, നീ നന്നാവില്ലടി, നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് കനക പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവ്യയെ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒരുപാട് എതിർത്തെങ്കിലും പിന്നെ നവ്യ നിന്ന് കൊള്ളുന്നുണ്ട്. അപ്പോഴേക്കും നയനയും നന്ദുവും വന്നിട്ട് വേഗം കനകയെ പിടിച്ചു മാറ്റുകയാണ്. അമ്മ എന്താ അമ്മ ഇത്, അമ്മ വിട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കനക അവരെ കൈതട്ടി മാറ്റിയിട്ട് വീണ്ടും പോകാൻ ശ്രമിക്കുകയാണ് നവ്യെ തല്ലാൻ വേണ്ടിയിട്ട്. അപ്പം നവ്യക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കനക പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരുത്തി മകളായിട്ടില്ലെന്ന് സങ്കല്പിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോഴേക്കും ജലജ വന്നിട്ട് പരിഹാസത്തോടെ പറയുന്നുണ്ട്, ആഹാ അത് നന്നായി, എങ്കിൽ പിന്നെ ആ പേരും പറഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വിളിക്കണ്ടല്ലോ. നിന്റെ വയറ്റിൽ കുരുത്ത സന്താനം മരിച്ചു പോയെന്ന് കരുതി ജീവിച്ചാൽ പിന്നെ അവൾ ഇവിടെ കിടന്ന് കാലം കഴിച്ചോളുമല്ലോ, ബാക്കിയുള്ളവർക്ക് തലവേദനയായിട്ട്. അപ്പോൾ കനക ഇങ്ങനെ സങ്കടത്തോടു കൂടി അവരെ നോക്കുകയാണ്. നവ്യാണെങ്കിൽ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും തെറ്റ് ചെയ്ത ആളാ ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മോൻ. ആഹാ ഇതുവരെ മിണ്ടാതിരുന്നവൾക്കും വാല് മുളച്ചല്ലോ, ജലജ കളിയാക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാ അപ്പം തന്നെ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ, പിന്നെ എൻ്റെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഉള്ളത് കൊണ്ടാ ഒന്നും പറയാതെ നിൽക്കുന്നേ. ദേ ഇവളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നവ്യക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. പക്ഷേ എൻ്റെ നയനേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോഴേക്കും ജലജ പുച്ഛത്തോടെ പറയും, ഓ നീ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ, നീ എന്നെ തല്ലുവോ, എങ്കിൽ തല്ലടി. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ നിർത്ത്, ഇനിയിപ്പോൾ ഓരോന്ന് പറഞ്ഞ് വഴക്ക് വേണ്ട, വളകാപ്പ് കഴിഞ്ഞ് മകളെ കൂട്ടിക്കൊണ്ടു പോവാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്, അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല.
നയനമോൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അവിടെയും ഈ തറവാടിൻ്റെ താളം തെറ്റാതിരിക്കാനാ മോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. മൂർത്തി സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി എല്ലാവരും എല്ലാ ദേഷ്യവും വെടിഞ്ഞ് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്നാ എൻ്റെ ആഗ്രഹം. എൻ്റെ മോള് ഈ വീടിന് അന്യയായി കഴിഞ്ഞു. അത് ആദർശ് മോൻ്റെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്കൊപ്പം വരാൻ മോൾക്ക് പറ്റാത്ത അവസ്ഥയായിപ്പോയി. ദയവ് ചെയ്ത് നിരപരാധിയായി എൻ്റെ മോളെ വേദനിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്, ജലജയോടായിട്ടാണ് ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ ജലജ പരിഹാസത്തോടെ പറയാണ്, വേദനിപ്പിക്കില്ല. ഇവളുമാർക്ക് ഞങ്ങളെ പാലും പഴവും തേനും കൊടുക്കാം. എൻ്റെ അച്ഛന് തലയ്ക്ക് വെളിവില്ലാതായി പോയത് നിൻ്റെ മക്കളുടെയും ഭാഗ്യം. അതും പറഞ്ഞ് ജലജ അവിടുന്ന് പോവാണ്. ഒപ്പം തന്നെ പിന്നാലെ വാല് പോലെ അഭിയും. മുറിയിലെത്തിയ ശേഷം മുത്തശ്ശൻ അരികിൽ ഇരുന്നിട്ട് മുത്തശ്ശി പൊട്ടി പൊട്ടി കരയാണ്. അപ്പം മുത്തശ്ശൻ ബെഗ് ചെയ്ത് പറയുന്നുണ്ട്, ഈ കരച്ചിലൊന്നും നിർത്തണം. ഇത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ആരോടും ഒന്നും പറയാതിരുന്നത്. അപ്പോഴേക്കും ആദർശും ജയനും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ ആ മുറിയിലേക്ക് വരുന്നുണ്ട്. അത് കണ്ടപ്പം ആദർശിനോട് മുത്തശ്ശൻ പറയാണ്, എത്ര സമനില തെറ്റിയാലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയരുത്. അത് കേട്ടപ്പോൾ മുതൽ ഒരാൾ ഇവിടെ കരച്ചിൽ തുടങ്ങിയതാ. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആദർശിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അച്ഛാ. ആ സമയത്ത് ഇവൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞേനെ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയോടായിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിക്കേണ്ട. മുത്തശ്ശൻ ഇനിയും ഒരു 100 വർഷം ജീവിച്ചിരിക്കും, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നിടത്തോളം കാലം. അപ്പം മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ആദർശനെ നോക്കുന്ന സമയത്ത് മുത്തശ്ശൻ തമാശയായിട്ട് പറയാണ്, 175 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആരുമില്ല മോനെ. എല്ലാ ദശയും ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും അയാൾക്ക് 120 വയസ്സ് വരെയേ ജീവിക്കാനാവൂ. ഞാൻ പറഞ്ഞല്ലോ, എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതിലല്ല, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എത്രത്തോളം മനസ്സമാധാനത്തോടെയാണ് ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നതിലാണ് കാര്യം. അതിന് മറുപടിയൊന്നും പറയാതെ ആദർശും ദേവയാനിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോള് വളരെ നല്ലൊരു കുട്ടിയാ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്തവളെ ശിക്ഷിക്കരുത് മോനെ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ അച്ഛാ അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല. ഒരാൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടണം. ഒരാൾ മരിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ. അച്ഛൻ കിടക്ക്. ഒരുപാട് സ്ട്രെയിൻ എടുത്തതാ, സങ്കടപ്പെട്ടതാ. അതൊന്നും ഈ സമയത്ത് പാടില്ലാത്തതാ. അപ്പോഴേക്കും മൂർത്തി പറയുന്നുണ്ട്, അങ്ങനെ സ്ട്രെയിൻ എടുക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും അതിനൊക്കെ ഒരു ഫലമുണ്ടായല്ലോ. നയനമോൾ ഇവിടെ നിന്നല്ലോ. അല്ലെങ്കിൽ ഒരു കാരണവശാലും മോൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം തീരാവേദനയായി മാറിയേനെ. പിന്നെ ഞാൻ നയനമോളെ ഇവിടെ നിർത്താൻ പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങളൊക്കെ സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ്. എന്നെങ്കിലും ആർക്കെങ്കിലും അത് മനസ്സിലായില്ലെങ്കിലും നിനക്കത് മനസ്സിലാവും ആദർശേ. അപ്പോൾ ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ വിശ്രമിക്കച്ചാ, ഞങ്ങളായിട്ട് ഇനി അവളെ പറഞ്ഞു വിടില്ലെന്ന് ഉറപ്പ് തന്നില്ലേ. അപ്പോൾ മൂർത്തി പറയുന്നുണ്ട്, ഒരാളെ മറ്റുള്ളവർ രോഗിയായി കാണുമ്പോഴാണ് അയാളുടെ രോഗാവസ്ഥ മൂർച്ഛിക്കുന്നത്, അയാൾ ഒരു രോഗിയായി മാറുന്നത്. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, അച്ഛൻ കിടക്ക്, നിങ്ങൾ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 3 പേരും കൂടെ പുറത്തേക്ക് പോവാണ്. അത്രയും നേരം ഒന്നും പറയാതിരുന്ന മുത്തശ്ശി അവർ പോയതിനു ശേഷം അയാളുടെ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരയാണ്. അപ്പം അയാൾ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ വസുന്ധരെ, ഒരു ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമുള്ള കാര്യമെന്ന്. ആദ്യം പോവേണ്ടത് ആണുങ്ങളാണ്. അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഒരു ഭാര്യയുടെ വില എന്താണെന്നുള്ളത് ഒരു പുരുഷൻ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഭാര്യയെ അധികം സ്നേഹിക്കാത്ത, അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ സംരക്ഷിക്കാത്ത സ്വാർത്ഥരായ ചില ആണുങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഭാര്യയുടെ വില മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം അവരുടെ ഭാര്യയുടെ ആയുസ് എടുത്താലും അവർക്ക് ഒരുപാട് ആയുസ് നീട്ടിക്കൊടുക്കും. എന്നാൽ ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ച ആളാ, ഇന്നും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞാനല്ലടോ വസുന്ധര ആദ്യം പോവേണ്ടത്. അപ്പോഴും കരഞ്ഞുകൊണ്ട് വസുന്ധര പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പം അയാൾ പറയാണ്, ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ഉറപ്പുണ്ട്, ഇനി വിപരീതമായാണ് വിധി വരുന്നതെങ്കിലും ജീവിതകാലം മുഴുവൻ എന്നെ ശുശ്രൂഷിക്കാൻ ഒരാളുണ്ട് ഈ വീട്ടിൽ. അത് മറ്റാരുമല്ല, ഇന്ന് പടിയിറങ്ങി പോവാൻ വേണ്ടി പോയ നയനമോളാണ്. അപ്പോൾ അവർ സങ്കടത്തോടെ അയാളുടെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. ഗോവിന്ദനും ഭാര്യയും നന്ദുവൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അയാൾ നയനയുടെ തലയെ കൈവച്ചിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, എൻ്റെ മോള് എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാ വലിയൊരു കള്ളം മോളുടെ ചേച്ചിക്ക് വേണ്ടി മോള് മറച്ചു വെച്ചത്. ശരിക്കു പറഞ്ഞാൽ അത് നമ്മളോട് ആരോടും ഒരു സ്നേഹവുമില്ലാത്ത എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അപ്പോഴേക്കും കനകയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതേ മോളെ, ഈ വിവരം മോൾക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അത് മോള് പറയാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. അപ്പോഴും നയന ഒന്നും പറയാതെ കരയാണ്. അപ്പം നന്ദുവും പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്നതല്ലേ ചേച്ചി, പിന്നെ എന്തുകൊണ്ടാ എന്നോട് ഇക്കാര്യം പറയാതിരുന്നത്? അപ്പം നയന കരഞ്ഞോട് പറയുന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വരെ നിങ്ങളും ആദ്യ കയറി നടന്നേനെ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, എങ്കിൽ ഇത് കുറച്ചുകൂടി നേരത്തേനെ ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചേനെ. കരഞ്ഞുകൊണ്ട് കനക വീണ്ടും പറയാണ്, മോളെ,
മോളോട് മോളുടെ അമ്മായിയമ്മയും ആദർശ മോനും ഒന്നും ക്ഷമിക്കില്ലെന്നറിയാം. മോൾക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നും അമ്മയ്ക്കറിയാം. പക്ഷേ മോള് മുത്തശ്ശൻ്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ. നമ്മൾ ചില നേരത്തെങ്കിലും നമ്മുടെ സുഖവും സന്തോഷവും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം മോളെ. അപ്പം നയന തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ലേ ജീവിച്ചിട്ടുള്ളൂ അമ്മേ? അതേ മോളെ. ഗോവിന്ദനും പറയുന്നുണ്ട്, മോൾ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. അതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനും കഴിയാത്തൊരവസ്ഥയാണല്ലോ. അപ്പം വിതുമ്പിക്കൊണ്ട് തന്നെ നയന പറയാണ്, എന്നെപ്പറ്റി ഇനിയൊന്നും ആലോചിക്കണ്ട. ഞാൻ എന്തായാലും മുത്തശ്ശൻ്റെ അസുഖം ഇത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കൂ. അപ്പോഴേക്കും നന്ദു ദേഷ്യത്തോടെ പറയാണ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു കൂസലില്ലാത്ത ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കനകയും പറയുന്നുണ്ട്, വേണ്ട മോളെ, അവളെപ്പറ്റി ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത്. അവളെ ഇനി ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പോൾ ഗോവിന്ദൻ നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അവൾ നമ്മളെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഇനി മോളൊരു ത്യാഗവും സഹിക്കരുതെന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നീ അവൾക്ക് വേണ്ടി വലിയൊരു സത്യം മറച്ചു വെച്ചപ്പോൾ എൻ്റെ മോൾക്ക് കിട്ടിയതെന്താ? അവളെക്കാളും വലിയ കുറ്റക്കാരിയായില്ലേ എൻ്റെ മോള്? നയന കരഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പം ഗോവിന്ദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദർശിൻ്റെ കണ്ണിൽ ഇനി കുറ്റക്കാരി അവളല്ല, അവളെക്കാളും വലിയ ശത്രു മോളാ. അത് നയനക്കും അറിയുന്നൊരു സത്യം തന്നെയായിരുന്നു. അവൾ സങ്കടത്തോടു കൂടി അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.